ഇതെൻ്റെ സെക്കൻഡ് ടൈം ആട്ടോ ബാലിയിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് വരുന്നത്. ഇത്തവണ ടീമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിനായിട്ടാണ് വന്നിരിക്കുന്നത്. ലൂമിയർ വെഡ്ഡിങ് ടീമും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കൊച്ചി ടു ബാലി വയ സിംഗപ്പൂരായിരുന്നു നമ്മൾ വന്നത്. ഇതാണ് നമ്മളുടെ ഹോട്ടൽ. അന്ന് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു, ഡിന്നർ കഴിച്ചു. നേരെ ശ്രീകൃഷ്ണ സ്റ്റോറിലോട്ട് പോയി. ഇത് ബാലിയിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള സുവനീർ ഷോപ്പാണ്. ഞാൻ അവിടെ പോയത് ലാസ്റ്റ് ടൈം ഞാൻ അവിടെ നിന്നൊരു ബാത്ത് ഓയിൽ മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞാൻ നല്ലതായിട്ട് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് മേടിച്ചു. അന്നത്തെ പ്ലാൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ രാവിലെ എണീറ്റു. ലാസ്റ്റ് ടൈം എനിക്ക് മിസ് ചെയ്ത ഒരു ടെമ്പിളുണ്ട്, അതിന് വേണ്ടി നമ്മൾ പോവുക. ഇവൻറ്റിൻ്റെ ടൈമിന് മുന്നേ നമ്മളിത് കണ്ടിട്ട് തിരിച്ചു വരാനാണ് നമ്മളുടെ പ്ലാൻ. ഓക്കെ, ഇവിടെ നിന്നൊരു 1 hour 45 minutes ഉണ്ട് അങ്ങോട്ട്. ഉബുഡിൽ നിന്നൊരു 30 minutes. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ന്യൂസ ദുബൈയിലാണ്. അപ്പോൾ മോർണിംഗ് അങ്ങോട്ട് പോയി. അവിടെ കറക്റ്റ് ഒരു 7:45 ആയപ്പോൾ എത്തി. നമ്മൾ ഓപ്പൺ ആയിരുന്നു, ഒട്ടും ക്രൗഡ് ഇല്ലായിരുന്നു, നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ അവിടെ എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നൊരു മുണ്ട് പോലത്തെ ഒരു സംഭവമുണ്ട്, സറോങ് എന്നാണ് അതിൻ്റെ പേര്. അത് അവിടെ തന്നെ അവൈലബിൾ ആണ്. മെല്ലൂക്കാട്ടെന്ന് പറയുന്നൊരു റിച്വൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു എന്താ പറയുക, ഈ ഒരു വാട്ടർ ഡക്റ്റിൽ കൂടെ വരുന്ന ആ വെള്ളത്തിൽ ഇങ്ങനെ ഷവർ ചെയ്യുക, ആ ഒരു ഫീല് എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. എപ്പോഴെങ്കിലും ബാലി പോവുകയാണെങ്കിലും മസ്റ്റായിട്ട് ഈ ടെമ്പിളിൽ പോയി ഈ മെല്ലൂക്കാട്ട് സെറിമണി ചെയ്യണം. ഒരു എന്താ പറയുക, നല്ലൊരു ഫീൽ ഗുഡ് മൊമെൻ്റാണത്. കറക്റ്റ് ടൈമിൽ നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. എൻ്റെ ബ്രൈഡിൻ്റെ അവർ സെൻഡ് ചെയ്ത കാറിൽ അവരുടെ വില്ലയിൽ നമ്മളെത്തി. ഇതാണ് എൻ്റെ ബ്രൈഡ് ആഷ്ലിയുടെ വെൽക്കം ഡിന്നറാണിന്ന്. ഫസ്റ്റ് ഇവൻ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ അടുത്ത എൻ്റെ ഒരു ആക്ടിവിറ്റിയിലോട്ട് പോവുകയാണ്. ഉളുവാട്ടു ടെമ്പിളിൽ അവിടെ ഒരു ഡാൻസ് ഫോം ഉണ്ട്, കെച്ചക് ഡാൻസ്. അത് കാണാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സൺസെറ്റും കാണണമായിരുന്നു, ആ കെച്ചക് ഡാൻസും കാണണമായിരുന്നു. 7 PM 2 ഷോ ഉണ്ട് ഈവനിങ്. അപ്പോൾ 7 PM ഷോയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു ടെമ്പിൾ മൊത്തം കണ്ടു. ഇതാണ് നമ്മുടെ ഡ്രൈവർ വിമാൻ ആക്ച്വലി നല്ലൊരു ഡ്രൈവറാട്ടോ. നമ്മൾ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. ഇവിടെ മങ്കീസിനെ ശരിക്കും ശ്രദ്ധിക്കണം. മങ്കീസ് എല്ലാവരുടെയും സ്പെക്സ് എടുത്തുകൊണ്ട് ഓടും. അപ്പോൾ എപ്പോഴും ഉൾവാട്ടു സൈഡിലോട്ട് പോവുകയാണെങ്കിൽ മങ്കീസിനെ സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ കെച്ചക് ഡാൻസിൻ്റെ അങ്ങോട്ട് പോയി. ഫസ്റ്റ് എനിക്ക് ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ആ ഒരു രാമായണം ആ ഒരു സ്റ്റോറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല രസമായിട്ടാട്ടോ അവരത് പെർഫോം ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഇന്നത്തെ പ്ലാനൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഇന്ന് നമുക്ക് 2 ഇവൻ്റാണ് ഉള്ളത്. ഇതെൻ്റെ ബാലിയിൽ നിന്നുള്ള അസിസ്റ്റൻ്റാണ് പുത്രി. ഇതാണ് നമ്മളുടെ ബ്രൈഡിൻ്റെ വില്ലയിലെ വ്യൂ. ഇറ്റ് വാസ് അമേസിങ്. അങ്ങനെ നമ്മുടെ ബ്രൈഡ് ആഷ്ലി റെഡിയായി. ആഷ്ലിയുടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആഷ്ലിയുടെ ഇന്നത്തെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞു. നമ്മൾക്ക് ഇന്ന് സൈറ്റ് സീയിങ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. കാര്യം നെക്സ്റ്റ് ഇവൻ്റ് ഇപ്പോൾ ഹൽദി കഴിഞ്ഞ ഉടനെ നമുക്ക് സംഗീതുണ്ട്. അപ്പോൾ സംഗീതിൻ്റെ മേക്കപ്പിൽ ആഷ്ലി ഇച്ചിരി ഓഫായിരുന്നു. അങ്ങനെ പുത്രി ആഷ്ലിയുടെ തല പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നു മേക്കപ്പ് ചെയ്യാൻ. അങ്ങനെ ആഷ്ലി റെഡിയായി. സംഗീത് ലുക്ക് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ബീച്ച് വാക്ക് ഷോപ്പിംഗ് മോളിലോട്ട് പോയി. ഇവിടെ വെറുതെ ചുമ്മാ കുറേ 0 ഇട്ട് വെച്ചിരിക്കുക ഇവരുടെ കറൻസിയിൽ. അങ്ങനെ സെഫോറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ആണ് നമ്മളുടെ വെഡ്ഡിങ്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ആഷ്ലി വാസ് സോ ഹാപ്പി. നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. ബ്രൈഡ്സ് മെയ്ഡ്സിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ പാണ്ഡവ ക്ലിഫ് എസ്റ്റേറ്റ്, ഈ വില്ല, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ വില്ലയായിരുന്നു. പെർഫെക്റ്റ് പ്ലേസ് ഫോർ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്. ആഷ്ലിക്ക് കുറേ ലെറ്റേഴ്സ് എഴുതാനുണ്ടായിരുന്നു. ആഷ്ലി ത്രൂ ഔട്ട് എല്ലാ ഇവൻറ്റിനും മേക്കപ്പിൻ്റെ ഇടയിൽ ഈ ലെറ്റേഴ്സ് എഴുതുമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടാട്ടോ ആഷ്ലി മേക്കപ്പ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലുക്കിന് റെഡിയായി. ഫസ്റ്റ് ലുക്ക് ഞാൻ എങ്ങനെയോ കവർ ചെയ്തു. ഒരു പെർഫെക്റ്റ് വീഡിയോ ഒന്നും അല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ലുക്ക് വീഡിയോസൊക്കെ കഴിഞ്ഞ് നമ്മൾ ആഷ്ലിയുടെ ഔട്ട്ഫിറ്റ് ഇട്ടു, വെയിലെല്ലാം ഇട്ടു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഓരോ ഔട്ട്ഫിറ്റും ആഷ്ലിയുടെ ഭയങ്കര ഇഷ്ടമായി. ഇത് എൻ്റെ ബ്രൈഡ് ആഷ്ലി തന്നെ സ്റ്റൈൽ ചെയ്തതാണ് ഈ ഔട്ട്ഫിറ്റ്സ് എല്ലാം. ബ്യൂട്ടിഫുൾ ബ്രൈഡായിട്ടുണ്ട് അല്ലേ ആഷ്ലി. അങ്ങനെ നമ്മളുടെ
വില്ലയുടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ട്, ഇത്രയും കാർസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞ് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ലഞ്ചൊക്കെ എടുത്തിട്ട് പിന്നെയും വെഡ്ഡിങ് കഴിഞ്ഞ് റിസപ്ഷൻ ലുക്ക് ചെയ്യാനായിട്ട് വന്നു. ഓൾസോ റിസപ്ഷൻ ലുക്കിന് ജസ്റ്റ് ഒരു ഹെയർ ചേഞ്ചും ടച്ചപ്പും ഔട്ട്ഫിറ്റ് ചേഞ്ചും മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെ കെവിൻ വന്നു. കെവിൻ ആഷ്ലിയുടെയും ഫസ്റ്റ് ലുക്കായിരുന്നു റിസപ്ഷൻ്റെ. അങ്ങനെ എല്ലാ ഇവൻറ്റ്സും ഇതുകൊണ്ട് കഴിഞ്ഞു. ബാലി വെഡ്ഡിങ് കഴിഞ്ഞു. കുറച്ച് വിഷമമുണ്ടായിരുന്നു, എന്നാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി. ഇവിടെ ബാലിയിലെല്ലാം 10 o'clock ക്ലോസ് ചെയ്യും കേട്ടോ. നൈറ്റ് ക്ലബ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഷോപ്പിംഗ് മാൾസും എല്ലാം 10 o'clock ആകുമ്പോൾ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം 10 o'clock ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അങ്ങനെ കുറേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്നു. നെക്സ്റ്റ് ഡേ ആണ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് ടൈം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത ഒരു സ്പോട്ടാണ്. നമ്മൾ കുറേ ട്രൈ ചെയ്തു ടീമുമായിട്ട് പോകാനായിട്ട്, പക്ഷെ പറ്റിയില്ല. ന്യൂസ പെനിഡ ഐലൻഡ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലൂ ക്ലിയർ വാട്ടർ. നമുക്ക് ആ ഒരു ലോവർ ബെഡ് കാണാം. അങ്ങനെ നല്ല മഴയായിരുന്നു. മഴയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ക്ലിങ്ങിങ് ബീച്ച്, അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു, ആ ബീച്ചിലോട്ട് എത്തി. ഈ വ്യൂ കാണാനാണ് എനിക്ക് ആക്ച്വലി ഇത്രയും ആ ഒരു ഡേ എക്സ്ട്രാ ഇട്ടത്. ഈ അമേസിങ് വ്യൂ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അടുത്തുള്ളൊരു ബീച്ച് ക്ലബിലോട്ടാണ്. അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അത് ചെയ്യാനാണ് പോയത്. സ്കൂബ ഡൈവിംഗ് ഒന്നും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എനിക്ക്. അപ്പോൾ എന്താ പറയുക, കൈ നനയാതെ മീൻ പിടിക്കുന്ന പോലെ അണ്ടർ വാട്ടറൊക്കെ കാണാനായിട്ട് അവിടെ ഒരു സബ്മറൈൻ ക്യാപ്സ്യൂളുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 15 meter ഡെപ്തിലോട്ട് നമ്മൾ പോയി ഈ ക്യാപ്സ്യൂളിൽ. അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. നല്ല എയർ കണ്ടീഷനുള്ള ക്യാപ്സ്യൂൾ, ഇടയ്ക്ക് ഓക്സിജൻ പമ്പ് ചെയ്യും, മ്യൂസിക്കൊക്കെ ഇട്ട് നമ്മൾ നല്ല എന്താ പറയുക അണ്ടർ വാട്ടർ ആ ഒരു വേൾഡ് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആട്ടോ ഇത്. പെർ പേഴ്സൺ ഒരു 10,000 സംതിങ് ആണ് ഈ ആക്ടിവിറ്റിക്ക് കോസ്റ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ വേറെ ബീച്ചിലൊന്നും പോയില്ല, തിരിച്ച് നമ്മൾ ന്യൂസ ദുബൈയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓൺ ദ വേ അവിടെ എത്തിയിട്ട് ഐക്കൺ മോളുണ്ട്, സനൂക്കിനടുത്തൊരു ഐക്കൺ മോൾ. അപ്പോൾ നമ്മൾ അവിടെ ആ ഐക്കൺ മോളിലൊക്കെ കയറി കുറേ ഷോപ്പ് ചെയ്തു. തിരിച്ച് നമ്മൾ വേറൊരു ഹോട്ടലിലാണ് ചെക്ക് ഇൻ ചെയ്ത, മാരിയറ്റ്, ഫെയർഫീൽഡ് ബൈ മാരിയറ്റ്. ഇതാണ് നമ്മളുടെ റൂം. അങ്ങനെ നമ്മുടെ ബാലി ട്രിപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞു. ബാലി ട്രിപ്പ് ആൻഡ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്. പിറ്റേ ദിവസം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ സിംഗപ്പൂർ പോയിട്ട് അവിടെ നിന്നാണ് കൊച്ചിക്ക് ഫ്ലൈറ്റ്. ഈ ട്രിപ്പിൽ മിസ്സായതെല്ലാം ഞാൻ നെക്സ്റ്റ് ബാലി ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് വരുമ്പോൾ തീർക്കും. ഞാൻ എയർപോർട്ടിലെത്തിക്കഴിഞ്ഞ് ടോം ഫോർഡിൻ്റെ മേക്കപ്പ് എല്ലാം ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ നേരെ സിംഗപ്പൂരിലോട്ട് പോവുകയാണ്. ഇവിടെ ആക്ച്വലി ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യാൻ ക്യൂ നിൽക്കുകയാണ്. നമ്മളങ്ങനെ സിംഗപ്പൂരെത്തി. അവിടെ കുറേ ആക്ടിവിറ്റി ഉണ്ടെന്ന് കേട്ടു, പക്ഷെ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. ബട്ടർഫ്ലൈ ഗാർഡനിൽ പോയി, പിന്നെ കുറേ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള വാച്ചസൊക്കെ കണ്ടു. അതെല്ലാം എനിക്ക് ട്രൈ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഫ്രാങ്ക് മില്ലർ വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ബ്യൂട്ടിഫുൾ. ഈ വീഡിയോസിലൊക്കെ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. ബോൾഗാരിയുടെയൊക്കെ വാച്ച്, റിങ്ങൊക്കെ ഞാൻ ട്രൈ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഓൾസോ വെരി എക്സ്പെൻസീവ്. അങ്ങനെ ഞാനതെല്ലാം ട്രൈ ചെയ്തു. അതൊന്നും ഞാൻ മേടിച്ചില്ല. ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്താണെങ്കിലും. പിന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം ഞാൻ മേടിച്ചു. ദാറ്റ് ഈസ് ലൂയി വിറ്റോൺ. ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചപ്പോൾ ആരും കറക്റ്റ് ആൻസർ പറഞ്ഞില്ല ഞാൻ എന്താ മേടിച്ചതെന്ന്. ഞാൻ ആക്ച്വലി മേക്കപ്പാണ് മേടിച്ചത്. ലൂയി വിറ്റോൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ മേടിച്ചു. LV മേക്കപ്പ് പർച്ചേസോടുകൂടെ എൻ്റെ ഫോണും സ്വിച്ച് ഓഫായി. എൻ്റെ വ്ളോഗും ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.